ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. പിയാഷെ പറയുന്നത് ഒരു കുട്ടിയുടെ തിങ്കിങ് ആൻഡ് ലേണിംഗ് എബിലിറ്റി ഗ്രാജുവലി 4 സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ്. ലെറ്റ്സ് സി ഈച്ച് സ്റ്റേജ് വൺ ബൈ വൺ. അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ബർത്ത് ടു 2 ഇയേഴ്സിലാണ് ഇത് കാണുന്നത്. അതായത് ബേബീസ് ലേൺ ത്രൂ ദെയർ സെൻസസ് ആൻഡ് ആക്ഷൻ. ദേ എക്സ്പ്ലോർ ദ വേൾഡ് ബൈ ടച്ചിങ്, സീയിങ്, ഹിയറിങ് ആൻഡ് പുട്ടിങ് തിങ്സ് ഇൻ ദെയർ മൗത്ത്. അതിൻ്റെ കീ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ലേൺ ത്രൂ ദ സെൻസ് ആൻഡ് മൂവ്മെൻറ്റ്, അണ്ടർസ്റ്റാൻഡ് കോസ് ആൻഡ് എഫക്റ്റ്, ഡെവലപ്പ് ദ ഒബ്ജക്റ്റ് പെർമനൻസ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ഈവൻ വെൻ ഔട്ട് ഓഫ് സൈറ്റ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ ബേബീസ് അവരുടെ സെൻസസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വേർഡ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് ടച്ച് ചെയ്തും കണ്ടും കേട്ടും അതുപോലെ ടേസ്റ്റ് ചെയ്തും ഒബ്ജക്റ്റ് മൗത്തിൽ വെച്ചൊക്കെയാണ് അവർ ഈ വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് കീ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ലേണിംഗ് ത്രൂ ദ സെൻസ് ആൻഡ് ആക്ഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ കോസ് ആൻഡ് എഫക്റ്റ്, ഡെവലപ്പിംഗ് ദ ഒബ്ജക്റ്റ് പെർമനൻസ്. അതായത് ഒബ്ജക്റ്റ് പെർമനൻസ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സെൻസറി മോട്ടോർ സ്റ്റൈലിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് സ്റ്റേജിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അത് സെൻസറി മോട്ടോർ സ്റ്റേജാണ് ബർത്ത് ടു 2 ഇയേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറഞ്ഞാൽ, എ ബേബി വാച്ചസ് എ ടോയ് ബീയിങ് ഹിഡൻ അണ്ടർ ദ ബ്ലാങ്കറ്റ്. At around 8 to 12 months, the baby lift the blanket to find out the toy, understand that it is still exist. അതായത് ഇപ്പോൾ ഒരു ബേബി ഇപ്പം നമ്മളൊരു ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ ഒരു ടോയിനെ എടുത്ത് ഒളിച്ചു വെക്കുകയെന്ന് ഓർത്തു. ഒരു 8 to 12 months ഉള്ള ബേബി അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ബ്ലാങ്കറ്റ് മാറ്റിയിട്ട് ആ ടോയിയെ സെർച്ച് ചെയ്യും. അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്തു എന്ന് ബേബിക്ക് മനസ്സിലാകും. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഇതാണ് സെൻസറി മോട്ടോർ സ്റ്റേജിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അച്ചീവ്മെൻറ്റ്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക എന്തൊക്കെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ്, അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഇനി അടുത്ത സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പം ദ ചിൽഡ്രൻ ബിഗിൻസ് ടു തിങ്ക് സിംബോളിക്കലി ആൻഡ് യൂസ് ഇമാജിനേഷൻ, ബട്ട് ദെയർ തിങ്കിങ് ഈസ് സ്റ്റിൽ ഇൻറ്റ്യൂട്ടീവ് ആൻഡ് ഈഗോസെൻട്രിക്. ഇത് 2 to 7 ഇയേഴ്സിലാണ് കാണുന്നത്. അതായത് ഈ സ്റ്റേജിൽ ചിൽഡ്രൻസ് സിമ്പിൾസ് യൂസ് ചെയ്യാൻ തുടങ്ങും, അതുപോലെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കും, അതുപോലെ പ്രിറ്റൻഡ് ചെയ്യും, പ്ലേ, ഇമാജിനേഷൻ എല്ലാം വളരെ ആക്റ്റീവായിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ലോജിക്കൽ തിങ്കിങ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിട്ടില്ല. ഇതിനകത്ത് കീ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് സിമ്പിൾസ്, വേർഡ്, ഇമേജസ് ഒക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ സംസാരിക്കാൻ തുടങ്ങും. പിന്നെ അവർ സിംബോളിക്കൽ തിങ്കിങ് ആണ്. അത് ചോദ്യം ചോദിക്കാറുണ്ട്. വിച്ച് സ്റ്റേജിലാണ് സിംബോളിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഇമാജിനേഷനൊക്കെ വരുന്ന ഏത് സ്റ്റേജിലാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് 2 to 7 ഇയേഴ്സിലാണ്. അതുപോലെ എൻഗേജ് ഇൻ എ പ്രിറ്റൻഡ് പ്ലേ ആൻഡ് ഇമാജിനേഷൻ. ഇപ്പം പേരൻസിനെ പോലെ അഭിനയിക്കുക, അതുപോലെ സാരിയൊക്കെ എടുത്ത്, പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മേനെ പോലെ അനുകരിച്ച് സാരിയൊക്കെ കൊടുത്ത് അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഇമാജിനേഷനിലൂടെ കടന്നു പോകും. പക്ഷെ തിങ്കിങ് എന്ന് പറയുന്നത് ഈഗോസെൻട്രിക് ആയിരിക്കും. അതായത് ഹാർഡ് ടു സീ അതർ പീപ്പിൾ പോയിൻ്റ് ഓഫ് വ്യൂ. അത് സ്വന്തം ഇതായിട്ടേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ളവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചിന്തിക്കാനുള്ളൊരു ശേഷി ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും റാദർ ദാൻ ലോജിക്കൽ തിങ്കിങ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 4 years old യൂസസ് എ സ്റ്റിക്ക് ആസ് എ മാജിക് വാൻഡ് ആൻഡ് പ്രിറ്റൻഡ് എ ബോക്സ് ഈസ് എ കാർ ആൻഡ് ക്രിയേറ്റീവ് സ്റ്റോറീസ് വിത്ത് ബോയ്സ്. അപ്പോൾ ഈ ഒരു സിംബോളിക് തിങ്കിങ് അല്ലെങ്കിൽ ഈ ഒരു ഇമാജിനേഷനിൽ കുട്ടിക്ക് എന്താ തോന്നുന്നത്, ഒരു ബോക്സ് എന്ന് പറയുന്നത് അത് കാറായിരിക്കും, അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ ചിന്തിക്കും. അതുപോലെ ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ആനിമിസം എന്ന് പറയുന്നത്. അതായത് ഈ ആനിമിസം എന്ന് പറയുന്നത് ചിൽഡ്രൻ നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഫീലിംഗ് ഉണ്ടെന്ന് അവർ വിശ്വസിക്കും. അതായത് ഇപ്പം കുഞ്ഞിൻ്റെ ഇപ്പോൾ കളിപ്പാട്ടം, ഫോർ എക്സാമ്പിൾ ടോയ്, ഒരു ടെഡി ബിയർ ആണെങ്കിൽ എൻ്റെ മനസ്സിൽ ടെഡി ബിയർ സാഡായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാറ് കണ്ട കാർ ആംഗ്രിയാണ്, അങ്ങനെ നോൺ ലിവിങ് ഒബ്ജക്റ്റിനും ഫീലിംഗ് ഉണ്ടെന്നാണ് കുഞ്ഞ് ചിന്തിക്കുന്നത്.
അതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഉൾപ്പെടുന്നത്. അപ്പോൾ റിയാലിറ്റി ഇമാജിനേഷനും ചിൽഡ്രൻസ് ഇതുവരെ കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സ്റ്റേജിൽ. നമ്മൾ ഇമാജിനേഷനും സിംബോളിക്കൽ തിങ്കിങ്ങിനുമാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടാണ് ഈ ആനിമിസമൊക്കെ ഉണ്ടാകുന്നത്. അടുത്ത സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 7 തൊട്ട് 11 വയസ്സ് വരെയാണ് ഈ സ്റ്റേജ് കാണുന്നത്. അതായത് ഈ സ്റ്റേജിൽ ചിൽഡ്രൻസ് start thinking logically about the concrete events and can understand conservation, classification and relationship. അതായത് കുഞ്ഞുങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ഉണ്ടാകുന്ന ഈ ഒരു ഏജിലാണ്. അതുപോലെ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും കൺസർവേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. കൺസർവേഷൻ എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതിലേക്ക് ഈ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ് ആണ് എബൌട്ട് ദ കോൺക്രീറ്റ് തിങ്സ്. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഡസിൻ ചേഞ്ചസ് ഈവൻ ഇഫ് ഷേപ്പ് ചേഞ്ചസ്. അതായത് ഒരു സംഭവത്തിൻ്റെ എമൗണ്ട് ഒരിക്കലും ചേഞ്ച് ആകത്തില്ല, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്താൽ പോലും. അതായത് കൺസർവേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഡസിൻ ചേഞ്ച് ഈവൻ ഇഫ് ഷേപ്പ് ചേഞ്ചസ്. അതായത് അപ്പോൾ ഒരു സാധനത്തിൻ്റെ എമൗണ്ട് ഒരിക്കലും അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയാൽ പോലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്ലാസ് വാട്ടർ അത് നമ്മളൊരു പൊക്കം കുറഞ്ഞ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാലും ടോളായിട്ടുള്ള ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാലും വെള്ളത്തിൻ്റെ എമൗണ്ട് ഷേപ്പ് മാറുന്നതനുസരിച്ച് മാറത്തില്ല. അതാണ് കൺസർവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഓരോ സാധനങ്ങൾ. ഇപ്പം മൃഗമേതാ, മനുഷ്യനേതാ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോസ് ആൻഡ് എഫക്റ്റ്. അതുപോലെ ഫോർ എക്സാമ്പിൾ പറയുന്നത്, ചൈൽഡ് സീ ദ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ എ ഷോർട്ട് വൈഡ് ഗ്ലാസ് ആൻഡ് ടോൾ തിൻ ഗ്ലാസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ എമൗണ്ട് ഈസ് സ്റ്റിൽ ദ സെയിം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സെയിം എമൗണ്ട് വാട്ടർ ഷോർട്ട് ഗ്ലാസ്സിൽ നിന്നും ടോൾ ഗ്ലാസ്സിൽ പോർ ചെയ്താൽ പോലും സ്മോൾ ചിൽഡ്രൻസ് പറയുന്നത് ടോൾ ഗ്ലാസ്സിലെ വാട്ടർ കൂടുതലാണെന്ന്. പക്ഷേ ഈ സ്റ്റേജിൽ ചിൽഡ്രൻ മനസ്സിലാക്കും ക്വാണ്ടിറ്റി സെയിം തന്നെയാണ്, ഷേപ്പ് മാത്രമേ മാറിയിട്ടുള്ളൂ. അതാണ് ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസർവേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതും ലോജിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നതുമൊക്കെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. ഇനി അടുത്ത സ്റ്റേജാണ് സ്റ്റേജ് 4, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 വയസ്സും അതിന് മുകളിലുള്ള പ്രായത്തിലാണ് ഈ സ്റ്റേജ് കാണുന്നത്. അഡോൾസൻ ക്യാൻ തിങ്ക് അബ്സ്ട്രാക്ട്ലി, റീസൺ ലോജിക്കലി ആൻഡ് സോൾവ് ദ പ്രോബ്ലം സിസ്റ്റമാറ്റിക്കലി. ഈ ഏജ് എന്ന് പറഞ്ഞാൽ അഡോൾസൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഏജിൽ അവർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ കഴിയും, ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം അതായത് ഇതിൻ്റെ കീ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് തിങ്ക് അബ്സ്ട്രാക്ട്ലി ആൻഡ് ഹൈപ്പോത്തറ്റിക്കലി. ചോദിക്കാറുണ്ട് കേട്ടോ, ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് ഏത് ഏജിലാണ് വരുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് അഡോളസൻറ്റ് സ്റ്റേജിലാണ് വരുന്നത്. അതുപോലെ തന്നെ സോൾവ് ദ കോംപ്ലക്സ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. യൂസ് ലോജിക് ആൻഡ് റീസണിങ്, ലോജിക്ക് യൂസ് ചെയ്യാനും റീസണിങ് യൂസ് ചെയ്യാനും സാധിക്കും. അതുപോലെ കൺസിഡർ ദ മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ്, പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഇപ്പോൾ നമ്മുടെ കരിയർ ഓപ്ഷൻസൊക്കെ കമ്പയർ ചെയ്തിട്ട് അതിലേറ്റവും ബെസ്റ്റ് ഏത് ആണെന്ന് ചൂസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അഡോളസൻറ്റ് സ്റ്റേജിലാണ്. ഇതൊക്കെയാണ് ഈ സ്റ്റേജിൽ പോസിബിൾ ആകുന്നത്. ഇപ്പോൾ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. അതായത് എ ടീനേജർ തിങ്ക് അബൌട്ട് ദ ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻ ആൻഡ് വെയ് ദ പ്രോസ് ആൻഡ് കോൺസ് ആൻഡ് മേക്ക് എ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കരിയർ ഓപ്ഷൻസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ അകത്തുനിന്ന് ബെസ്റ്റ് ഏതാണ്, ഇപ്പോൾ ഓരോ കരിയറിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും എന്നിട്ട് അതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവുണ്ടാകുന്നത് ഈ അഡോളസൻസ് ഏജ്, അതായത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കാണുന്നത്. Piaget's stages show how the children thinking grow from a simple to complex. Understanding these stages help parents and teachers support learning the right level.
The goal of education is not to increase the amount of knowledge, but to create the possibility for a child to invent and discover, to create men who are capable of doing new things. ഇതാണ് ജീൻ പിയാജറ്റ് പറഞ്ഞത്. ഞാൻ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, വിച്ച് സ്റ്റേജ് ഓഫ് പിയാജറ്റ് തിയറി ഇൻക്ലൂഡ് ദ ഒബ്ജക്റ്റ് പെർമനൻസ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യനായിട്ട്. ഏത് സ്റ്റേജിലാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു ടോയ് ഹൈഡ് ചെയ്ത് വെച്ചാൽ ഒരു 8-12 മാസത്തിൽ കുട്ടി അത് പൊക്കി നോക്കും. അപ്പോൾ അതിനകത്ത് സ്റ്റില്ല് ഇത് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കുഞ്ഞിന് അറിയാൻ പറ്റും. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ദ ഒബ്ജക്റ്റ് പെർമനൻസ് മീൻസ് ദ ഒബ്ജക്റ്റ് കണ്ടിന്യൂ ടു എക്സിറ്റ് ഈവൻ വിത്തൗട്ട് ഓഫ് സൈറ്റ്. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ആൻഡ് വിച്ച് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇമാജിനേഷൻ ആൻഡ് പ്രിറ്റൻഡ് പ്ലേ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഇമാജിനേഷൻ ആൻഡ് പ്രിറ്റൻഡ് പ്ലേ വരുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് യൂസ് എ സ്റ്റിക്ക് എ മാജിക് വാണ്ട്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിംബോളിക് തിങ്കിങ്ങിലാണ്, ഇമാജിനേഷനിലാണ് ഈ ഒരു എക്സാമ്പിൾ വരുന്നത്. ദെൻ അടുത്തത് കൺസർവേഷൻ ഡെവലപ്പ് ഡ്യൂറിങ് വിച്ച് സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് നമ്മൾ ഒത്തിരി പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണത്. കൺസർവേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതുപോലെ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ റിമെയിൻസ് ദ സെയിം ഈവൻ ആഫ്റ്റർ ഇറ്റ് ഈസ് പോർ ഇൻ ടു എ ടോളർ ഗ്ലാസ്. ദിസ് ഈസ് കോൾഡ് കൺസർവേഷൻ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ. അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് ബിഗിൻസ് ചെയ്യുന്ന ഏത് സമയത്താണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്, നമ്മൾ പറഞ്ഞതാണത്. അതുപോലെ തന്നെ എ ടീനേജർ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് കൺസിഡർ ദ ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്. അത് ഏതിലാണ് വരുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതുപോലെ ഈഗോ സെൻട്രിസം ഈസ് മെയിൻലി സ്റ്റേജ് ഇൻ വിച്ച് സ്റ്റേജ്. ഏത് സ്റ്റേജിലാണ് ഈഗോ സെൻട്രിസം വരുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതുപോലെ അറേഞ്ച് ദ പിയാജറ്റ് സ്റ്റേജ് ഇൻ ദ കറക്റ്റ് ഓർഡർ: സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ. ഡു യു ഹാവ് എനി ഡൗട്ട്സ് സോ ഫാർ? ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.